എന്താണ് ബേസിക് ആയിട്ട് IC ആൻഡ് EC എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വളരെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് വരുന്നുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതിൽ ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ബേസിക്സ് ആണ്. ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള IC എഞ്ചിൻ എന്താണ്, IC എഞ്ചിൻ എന്നുള്ളത്, ക്ലാസിഫിക്കേഷൻ ഓഫ് IC എഞ്ചിൻ. അതിന്റെ ജസ്റ്റ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ടെക്നിക്കൽ ടൈംസ് യൂസ്ഡ് ഇൻ IC എഞ്ചിൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് ടെക്നിക്കൽ ടൈംസ് എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ അതിന് ഏകദേശം ഒരു 3 ക്വസ്റ്റ്യൻ വരെ, 3 to 4 ക്വസ്റ്റ്യൻ, അതായത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് 20 മാർക്സ് ആണ് മൊത്തത്തിൽ വരുന്നത്. അതിൽ തന്നെ 3 മാർക്ക് ഈ ഒരു സെക്ഷനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതുപോലെ വർക്കിംഗ് സൈക്കിൾ ഓഫ് IC എഞ്ചിൻ, EC എഞ്ചിൻ, ഇത്രയും ഭാഗമാണ് ഇന്ന് ഞാൻ ക്ലാസ്സിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ വലിയൊരു ചോദ്യമാണ് എന്തുകൊണ്ട് എഞ്ചിൻ, എന്താണ് എഞ്ചിൻ എന്നുള്ളത്. അപ്പോ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, പലതരത്തിലുള്ള എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, എഞ്ചിൻ എന്ന് പറയാം. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹീറ്റ് എനർജി ആയിരിക്കാം. അപ്പോ നമ്മുടെ ഈ എഞ്ചിൻ എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് തന്നെ ഹീറ്റ് എഞ്ചിൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഹീറ്റ് എഞ്ചിൻ നമ്മൾ ജെയിംസ് വാട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് ഏകദേശം 1700-800കളിലാണ് അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. അതായിരുന്നു ശരിക്കും നമ്മുടെ യൂറോപ്പിലെ ഈ റവല്യൂഷന് കാരണം, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് കാരണം, വ്യവസായിക വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് വ്യവസായത്തിൽ വലിയ രീതിയിലുള്ള മെഷീനറീസ് യൂസ് ചെയ്യാൻ സാധിച്ചത്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഈ എഞ്ചിന്റെ ഫലമായിട്ട് വലിയ രീതിയിൽ മാൻ പവർ ആയിട്ട് ചെയ്തിരുന്ന വർക്കുകളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, ഒരു മെഷീൻ ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ സാധിച്ചു. മെഷീൻ ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്നതിന്റെ സമയത്ത് തന്നെ എന്താണ് വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റുകൾ ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ വന്നു. അതിന്റെ ഫലമായിട്ട് വലിയ രീതിയിലുള്ള പ്രൊഡക്ഷനിൽ ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷൻ പഠിക്കുന്നത് കുറച്ചും കൂടി ഓട്ടോമൊബൈൽ ഓറിയന്റഡ് ആയിട്ടാണ്. എങ്ങനെയാണ് ഒരു വെഹിക്കിളിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വന്നത്, ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് വന്നത്, അങ്ങനെ രണ്ടും ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള വരുന്നത്. ഞാനിതൊരു പരീക്ഷ ഓറിയന്റഡിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല, നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോ പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഡാഷ് ഡിവൈസ് ദാറ്റ് കൺവേർട്ട് ഹീറ്റ് എനർജി ഒബ്റ്റെയിൻഡ് ഫ്രം കമ്പസ്റ്റൻ ഓഫ് ഫ്യൂൽ ഇൻടു മെക്കാനിക്കൽ എനർജി. അപ്പോൾ അതിന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ സാധിക്കും. ഒന്ന് എന്താണ്, ഹീറ്റ് എഞ്ചിൻ എന്ന് ഉത്തരം വരുന്ന, ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം എന്താണ് വരുന്നത്, ഹീറ്റ് എഞ്ചിൻ ആണ് വരുന്നത്. അതുപോലെ ഹീറ്റ് എഞ്ചിൻ എന്താണ് ചെയ്യുന്നത്, എന്തിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ചോദിക്കാൻ സാധിക്കും. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ എന്താ ചെയ്യുന്നത്, ഹീറ്റ് എനർജീനെ അല്ലെങ്കിൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു എനർജി സോഴ്സിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, എഞ്ചിൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത് 2 തരത്തിലുള്ള എഞ്ചിനെ കുറിച്ചിട്ടാണ്. കമ്പസ്റ്റൻ എഞ്ചിൻ 2 തരത്തിലുള്ളതാണുള്ളത്. ഒന്ന് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, കമ്പസ്റ്റൻ നടക്കുന്നത് ഈ പറയുന്ന എഞ്ചിന്റെ പുറത്തായിരിക്കും. എഞ്ചിൻ എവിടെയാണോ അല്ലെങ്കിൽ ആ പ്രവൃത്തി നൽകേണ്ടത് അല്ലെങ്കിൽ ഈ പറയുന്ന മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സ്ഥലത്തിന് പുറത്തായിട്ടായിരിക്കും ഈ കമ്പസ്റ്റൻ നടക്കുന്നത്. അപ്പൊ അത് കാരണമാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ആയിട്ടാണ് കമ്പസ്റ്റൻ നടക്കുന്നത്. അടുത്താണ് ഇന്റേണൽ കമ്പസ്റ്റൻ. അപ്പോ ഈ പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്, ഈ പറയുന്ന കമ്പസ്റ്റൻ നടക്കുന്നത് ഇന്റേണൽ എഞ്ചിന്റെ ഉള്ളിൽ വെച്ചിട്ടാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയാം. അപ്പോ എന്താണ് IC എഞ്ചിൻ എന്നുള്ളത് നമ്മൾ ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ. അപ്പോൾ ഏതൊരു പ്രോസസ്സ് നടക്കണമെങ്കിലും അവിടെ എന്ത് നടക്കണം, ഒരു ഫ്യൂവൽ ഉണ്ടായിരിക്കണം. ഫ്യൂവൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന ഫ്യൂവലിന്റെ കമ്പസ്റ്റൻ എന്നുള്ള ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഇതിന്റെ കത്തൽ എന്നോ എന്ത് വേണമെങ്കിൽ പറയാം, ഡീകമ്പോസിഷൻ, ഒരു രീതിയിലുള്ള ഡീകമ്പോസിഷൻ ആണ്. ഇൻ ആൻ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ടേക്ക് പ്ലേസ് ഇൻസൈഡ് ദ എഞ്ചിൻ സിലിണ്ടർ.
അപ്പൊ ഈ എൻജിൻ സിലിണ്ടറിന്റെ ഉള്ളിലാണ് ഈ പറയുന്ന കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ നടക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, IC എൻജിൻ എന്ന് പറയാം. അപ്പോ ഈ പറയുന്ന പ്രോസസ്സ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫ്യൂവല് കത്തുമ്പോൾ അപ്പൊ നമുക്കറിയാം ഫ്യൂവല് കത്താൻ വേണ്ടിയിട്ട് ഓക്സിജൻ വേണം, ഹീറ്റ് വേണം. അപ്പൊ അതൊക്കെ ഇന്റേണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബൺസ് ആണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഹൈഡ്രോ കാർബൺസ് ആണ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ഫ്യൂവൽ ആണെങ്കിൽ. അപ്പോൾ ഈ പറയുന്ന, അതായത് മെജോറിറ്റി ഓഫ് ഫ്യൂവൽസ്, ഈ പറയുന്ന ഹൈഡ്രോ കാർബണുകൾ കത്തുന്നതിന്റെ ഫലമായിട്ട്, കമ്പസ്റ്റൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് വിവിധ തരത്തിലുള്ള ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ അമോണിയ ഉണ്ടായിരിക്കാം, വാട്ടർ വേപ്പർ ഉണ്ടായിരിക്കാം, കാർബൺ മോണോക്സൈഡ് ഉണ്ടായിരിക്കാം, കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിരിക്കാം, ഹൈഡ്രോ കാർബൺസ് ഗ്യാസോജനസ് ഫോമിലുള്ളത് ഉണ്ടായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് അത് പ്രവർത്തിക്കുകയും എഞ്ചിനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് എഞ്ചിനെ പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മെക്കാനിക്കൽ എനർജി ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. ഒരു ഫ്യൂവൽ കത്തുന്നതിന്റെ ഫലമായിട്ട് ഇന്റേണൽ കമ്പസ്റ്റൻ നടക്കുന്നത് എഞ്ചിന്റെ ഉള്ളിലാണെങ്കിൽ ആ എഞ്ചിൻ സിലിണ്ടറിൽ വെച്ചിട്ട് ഇത് കത്തുന്ന സമയത്ത് ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസുകൾ ഒരു വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് എഞ്ചിൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, IC എഞ്ചിൻ അഥവാ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോ ഇതിന് വേറെ രീതിയിലും, അതായത് പല ടെക്സ്റ്റുകളിൽ പല രീതിയിലാണ് ഇതിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോ നമ്മള് നിമിയുടെ ടെക്സ്റ്റുകളിൽ ഏകദേശം ഇതുപോലെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെ വേറെ രീതിയിലും പറയുന്നുണ്ട്. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ് ആർ ദോസ് ഹീറ്റ് എഞ്ചിൻ that burns their fuel and take place combustion inside the cylinder. This definition including 2 strokes and 4 strokes engine, spark ignition and compression ignition engine, Austin and jet engine are also internal combustion engine. അപ്പോൾ ഈ പറയുന്നതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കാം. അതായത് IC എഞ്ചിൻ എന്നുള്ളത് ഉത്തരമായിട്ട് വരുന്ന രീതിയിലായിരിക്കാം. അതായത് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ, ഇന്റേണൽ കമ്പസ്റ്റൻ ടേക്ക് പ്ലേസ് ചെയ്തുകൊണ്ട് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിക്കുന്ന എഞ്ചിനെ നമ്മൾ എന്ത് പറയും? അതിന് ഉദാഹരണമായിട്ട് ചിലപ്പോൾ ഇങ്ങനെ പറയാം, റെസിപ്രൊക്കേറ്റിംഗ് പിസ്റ്റൺ എഞ്ചിൻ, എക്സ്റ്റേണൽ പിസ്റ്റൺ എഞ്ചിൻ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള, അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ. പക്ഷെ അതിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അത് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആണെന്ന്. ഓക്കെ, ഇനി നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഫ്യൂവൽസ്. അപ്പോൾ ഇതിപ്പോ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായ കാരണമാണ് വളരെ ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഫ്യൂവൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പെട്രോൾ, ഡീസൽ, ക്രൂഡ് ഓയിൽ, ഗ്യാസ് തുടങ്ങിയവയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ IC എഞ്ചിൻ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ IC എഞ്ചിൻ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, IC എഞ്ചിൻ ഒരു ഇതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന് തന്നെ നമ്മൾ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പിസ്റ്റൺ ടൈപ്പ്, ഒന്നെന്താണ് പിസ്റ്റൺ ടൈപ്പ് ആണ്. 2 റോട്ടറി ടൈപ്പ്, 3 ഈ IC എഞ്ചിന് ഗ്യാസ് ടർബൈൻ. അപ്പൊ ഇങ്ങനെയാണ് ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. IC എഞ്ചിനെ നമ്മൾ എത്ര ആയിട്ട് തിരിച്ചിട്ടുണ്ട് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 3 ടൈപ്പാണ്. ഒന്ന് പിസ്റ്റൺ ടൈപ്പ്. പിസ്റ്റൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഈ ഒരു ഈ കാണുന്നതാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ പിസ്റ്റണിന്റെ മൂവ്മെന്റ് രീതിയിലാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ, അതുപോലെ തന്നെ തിരിയുന്ന രീതിയിലാണെങ്കിൽ അതിന് നമുക്ക് എന്താ പറയാം, റോട്ടറി ടൈപ്പ് എന്ന് പറയാം. ഇതും ഗ്യാസിന്റെ ഇത് വെച്ചിട്ട് തിരിയുന്നതാണെങ്കിൽ ഗ്യാസ് ടർബൈൻ എന്ന് പറയാം. അങ്ങനെ 3 തരത്തിലാണ് ബേസിക് ആയിട്ട് IC എഞ്ചിനെ നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള നമ്മുടെ എല്ലാ ഡിസ്ക്രിപ്ഷനും വരുന്നത് ഈ പിസ്റ്റൺ ടൈപ്പിന്റെ ഭാഗമായിട്ടാണ്. അതായത് റെസിപ്രൊക്കേറ്റിംഗ് പിസ്റ്റൺ എഞ്ചിൻ വരുന്നുണ്ട്, റോട്ടറി പിസ്റ്റൺ എഞ്ചിൻ വരുന്നുണ്ട്, ഫ്രീ പിസ്റ്റൺ എഞ്ചിൻ വരുന്നുണ്ട്. ഇതിൽ തന്നെ റെസിപ്രൊക്കേറ്റിംഗ് പിസ്റ്റൺ എഞ്ചിനാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും. ഈ പെട്രോൾ എഞ്ചിനെ തന്നെ നമ്മൾ എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്, അതിന്റെ സ്ട്രോക്ക് മുഖേന 2 സ്ട്രോക്ക്, 4 സ്ട്രോക്ക് അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഇത് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്.
ഇതിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് IC എഞ്ചിനെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എത്ര തരത്തിലാണ്, 2 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ, അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള, നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? പിസ്റ്റൺ ടൈപ്പ് ആണ്. അടുത്തത് റോട്ടറി ടൈപ്പ്, അതുപോലെ തന്നെ ഗ്യാസ് ടർബൈൻ ടൈപ്പ്. അങ്ങനെ 3 തരത്തിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ അത് ചോദിക്കാം, ചോദിക്കാതിരിക്കാം. ഇനി ദ ഫ്യൂവൽ ഈസ് ബേൺ ഇൻ ദ ഇന്റേണൽ ചാമ്പർ ആൻഡ് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് എഞ്ചിൻ. നേരത്തെ പറഞ്ഞതിന്റെ അതേ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും ഇനി ഗ്യാസ് ആണെങ്കിലും, ഇപ്പൊ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, CNG ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഈ പറയുന്ന ഇന്റേണൽ ചാമ്പറിന്റെ ഉള്ളിൽ വെച്ചിട്ട്, IC എഞ്ചിന്റെ കാര്യം മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഇന്റേണൽ കമ്പഷൻ എഞ്ചിന്റെ കാര്യം മാത്രമാണ്. ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്, ഈ പറയുന്ന ചാമ്പറിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ പവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫ്യൂവലിന്റെ ബേണിങ് നടക്കുന്നത് എങ്കിലാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? IC എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഈ IC എഞ്ചിന്റെ ഉദാഹരണമാണ്. അപ്പോ നമ്മള് ഇതില് IC എഞ്ചിൻ അല്ലാത്തത് നമ്മൾ എന്താണെന്ന് നോക്കിയാൽ മതി. കാരണം അതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. സ്റ്റീം എഞ്ചിനെ നമ്മൾ IC എഞ്ചിനായിട്ട് കൺസിഡർ ചെയ്യാറില്ല. സ്റ്റീം എഞ്ചിൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ ഒരു എന്താണ് എക്സാമ്പിൾ ആണ്. അപ്പൊ സ്റ്റീം എഞ്ചിൻ എന്നുള്ളത് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ എന്താണ് ഇതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, നമുക്ക് ഡൗട്ട് തോന്നാത്ത രീതിയിലുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനിൽ വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അതിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് എഞ്ചിനാണ് വാൻകൽ എന്നുള്ളത്. വാൻകലിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും അതിന്റെ ഉള്ളിൽ കുറെ ഗിയർ ഒക്കെ വെച്ചിട്ടുള്ള. അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതിനെ കുറിച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വാൻകൽ എന്നുള്ളതും എന്ത് തന്നെയാണ്? ഈ വാൻകൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ചോദിക്കും, ജെറ്റ് എഞ്ചിൻ, വാൻകൽ എഞ്ചിൻ, ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ, ക്ലോസ് ടൈപ്പ് അല്ല, ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ, റോക്കറ്റ് എഞ്ചിൻ അല്ലെങ്കിൽ ജെറ്റ് എഞ്ചിൻ, ഗ്യാസ് എഞ്ചിൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ വരരുത്. സ്റ്റീം എഞ്ചിൻ മാത്രമാണ് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനായിട്ട് നമ്മുടെ ഇതിൽ ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇതിന്റെ വർക്കിംഗ് ഒരു സ്ട്രക്ചർ എന്നുള്ളതും, അതുപോലെ തന്നെ അതായത് എക്സ്റ്റേണൽ കമ്പസ്റ്റിന്റെ വർക്കിംഗ് സ്ട്രക്ചർ എന്താണെന്നും ഇന്റേണൽ കമ്പസ്റ്റിന്റെ വർക്കിംഗ് സ്ട്രക്ചർ എന്താണെന്ന് ഈ പറയുന്ന ഇമേജിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മളൊരു കഥ പോലെ പറയുകയാണെങ്കിൽ, നമ്മളൊരു ടാങ്ക് എടുക്കുന്നു. അപ്പൊ ഈ കാണുന്നതാണ് ഒരു ടാങ്ക് എന്ന് വിചാരിക്കുക. ആ ടാങ്ക് എടുത്തിട്ട്, അതായത് മെറ്റൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ടാങ്ക് എടുക്കുന്നു. ആ ടാങ്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫ്യൂവൽ വെച്ചിട്ട് ചൂടാക്കുന്നു. ഇതാണ് ടാങ്ക് എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഫ്യൂവൽ വെച്ചിട്ട് ചൂടാക്കുന്ന സമയത്ത് ഈ ബോയിലർ, ഈ ടാങ്കിന്റെ ഉള്ളിലത്തെ വെള്ളം ചൂടാവുകയും അതിന്റെ ഫലമായിട്ട് വാപ്പർ ആയിട്ട് അത് മാറുകയും ചെയ്യുന്നു. ആ വാപ്പർ കുറച്ചുകൂടി കംപ്രസ് ചെയ്യുന്ന രീതിയിലൊക്കെ വരുന്ന സമയത്ത് അത് സ്റ്റീം ആയിട്ട് മാറുന്നു. ആ സ്റ്റീമിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സപ്ലൈ ചെയ്യാണ്, ഈ പറയുന്ന എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി ഇതിന്റെ പ്രൊഡക്ഷനും കമ്പസ്റ്റിനും ഈ പറയുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ടുള്ള സ്റ്റീമിന്റെ പ്രൊഡക്ഷനും എല്ലാം സംഭവിക്കുന്നത് എവിടെയാണ്? പുറമേ സ്ഥലത്താണ്. അത് കാരണമാണ് ഇതിനെന്ത് പറയുന്നത്? എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എന്ന് പറയാനുള്ള കാരണം ഈ സ്റ്റീമിന്റെ പ്രൊഡക്ഷനും സ്റ്റീം വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് മാറുന്നതും ഇവിടെ ഹീറ്റ് എനർജി കൊടുക്കുന്നതും കമ്പസ്റ്റൻ നടക്കുന്നതും എല്ലാതും ഈ പറയുന്ന എഞ്ചിന് പുറത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ പറയുന്ന വർക്കിംഗ് ഫ്ലൂയിഡിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഈ പറയുന്ന എഞ്ചിന്റെ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് പിസ്റ്റന്റെ മൂവ്മെന്റ്, റെസിപ്രോക്കേറ്റിംഗ് മോഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് എന്താണ് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്റേണൽ കമ്പസ്റ്റിന്റെ ഇതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇത് പലതരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പറയാനുള്ള ഡീസൽ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഒരു ഫ്ലൂയിഡ് കൊടുക്കുകയാണ് വിചാരിക്കുക. ഫ്ലൂയിഡ് മീൻസ് നമ്മൾ ഒരു ഫ്യൂവൽ കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന ഫ്യൂവല് പെട്രോളോ ഡീസലോ ഏത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അതിനെ വളരെ വലിയ രീതിയിൽ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഒരു സ്പാർക്ക് പ്ലഗ് വഴി, അതായത് സ്പാർക്ക് ഇഗ്നിഷൻ എന്ന് പറയും, SI എന്ന് പറയും, സ്പാർക്ക് ഇഗ്നിഷൻ വഴി, അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ഇന്റേണൽ കമ്പസ്റ്റൻ വഴി. അതായത് ഡീസൽ എഞ്ചിനൊക്കെ ഇന്റേണൽ കംപ്രഷൻ വഴിയാണ് നടക്കുന്നത്.
ഹോട്ട് എയർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു 800 ഡിഗ്രിയിലേക്ക് ഹോട്ട് എയർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കാർബറേറ്ററോ അല്ല FIP വെച്ചിട്ട് അതിനുള്ളിലേക്ക് വളരെ ഹെവി ആയിട്ടുള്ള ജെറ്റ് നോസിൽ വെച്ചിട്ട് ഈ പറയുന്ന ഫ്യൂവലിനെ, അതായത് ഡീസലിനെ അതിനുള്ളിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നു. ഇൻജെക്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഹോട്ട് എയർ ആയ കാരണം തന്നെ 800 ഡിഗ്രിയുടെ അടുത്തൊക്കെ ആയിരിക്കും അതിന്റെ ടെമ്പറേച്ചർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഓട്ടോമാറ്റിക്കലി അത് ബേൺ ആവുന്നു. അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു പവർ സ്ട്രോക്ക് ഉണ്ടാവുന്നു. അപ്പൊ അത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് IC എഞ്ചിന്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോ ആദ്യം നമുക്ക് ഫ്യൂവല് എന്നുള്ള രീതിയിൽ, അതായത് ഏതാണ് ഇതിൽ ഉപയോഗിക്കുന്ന ഫ്യൂവല്, ആ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ഫ്യൂവലാണോ യൂസ് ചെയ്യുന്നത്, പെട്രോൾ ആണെങ്കിൽ പെട്രോൾ എഞ്ചിൻ, ഡീസൽ ആണെങ്കിൽ ഡീസൽ എഞ്ചിൻ, ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് എഞ്ചിൻ. അപ്പൊ അങ്ങനെ ആ ഫ്യൂവൽ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് സിലിണ്ടർ. അപ്പൊ നമ്മൾ അതിൽ എത്ര സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മോട്ടോർ ബൈക്സിലൊക്കെ ഒറ്റ സിലിണ്ടർ ഉപയോഗിക്കുന്നുള്ളൂ. ചില കാറുകളിൽ ഇപ്പോൾ ചില ബൈക്കിൽ തന്നെ ട്വിൻ സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില വലിയ വണ്ടികളിലൊക്കെ 6 സിലിണ്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് മൾട്ടി സിലിണ്ടർ എഞ്ചിൻ എന്നുള്ള രീതിയിൽ പെടുത്താം. അപ്പൊ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻസ് ഉണ്ട്, മൾട്ടി സിലിണ്ടർ എഞ്ചിൻസ് ഉണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഫ്യൂവൽ ഇഗ്നിഷൻ മെത്തേഡ്, അപ്പോൾ ഫ്യൂവൽ എങ്ങനെയാണ് കത്തുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പെട്രോൾ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന സ്പാർക്ക് ഇഗ്നീഷൻ പ്ലഗ് എന്നുള്ള രീതിയിൽ സ്പാർക്ക് ഇഗ്നീഷൻ, അതുപോലെ തന്നെ കംപ്രഷൻ ഇഗ്നീഷൻ, ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് കംപ്രഷൻ ഇഗ്നീഷൻ എന്നുള്ള മെത്തേഡാണ്. അതുപോലെ ഹോട്ട് ട്യൂബ് ഇഗ്നീഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള 3 മെത്തേഡുകളാണ് സ്പാർക്ക് ഇഗ്നീഷൻ, കംപ്രഷൻ ഇഗ്നീഷൻ, അതുപോലെ ഹോട്ട് ട്യൂബ് ഇഗ്നീഷൻ എന്നുള്ളത്. ഇനി അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രോക്ക് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന സ്ട്രോക്കുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട്, അതായത് അതിന്റെ ഈ പറയുന്ന പിസ്റ്റന്റെ മൂവ്മെന്റ് ഒരു സൈക്കിളായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എത്ര സ്ട്രോക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 4 സ്ട്രോക്കിലൊക്കെ നമ്മൾ പറയാറുണ്ട് കംപ്രഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആദ്യ സെക്ഷൻ, പിന്നെ കംപ്രഷൻ, പിന്നെ പവർ സ്ട്രോക്ക്, അത് കഴിഞ്ഞ് എക്സോസ്റ്റ് സ്ട്രോക്ക്. ഇപ്പൊ 2 സ്ട്രോക്ക് എഞ്ചിനിലാണെന്നുണ്ടെങ്കിൽ ഒറ്റ ടൈമിൽ തന്നെയാണ് കംപ്രഷനും അതുപോലെ തന്നെ അതിന്റെ ഉള്ളിലേക്കുള്ള സെക്ഷൻ നടക്കുന്നത്. അടുത്ത് പവർ സ്ട്രോക്കിന്റെ എൻഡോട് കൂടിയിട്ട് എക്സോസ്റ്റും സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പവർ സ്ട്രോക്കിന്റെ എൻഡോട് കൂടിയിട്ട് സെക്ഷൻ സംഭവിക്കുന്നുണ്ട്. കംപ്രഷന്റെ ടൈമിൽ തന്നെ ഒരു പരിധി വരെ, ഒരു പകുതിയിൽ വെച്ചിട്ട് എക്സോസ്റ്റും സംഭവിക്കുന്നു. അങ്ങനെ 4 സ്ട്രോക്ക് ഉണ്ട്, 2 സ്ട്രോക്ക് ഉണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് സിലിണ്ടർ അറേഞ്ച്മെന്റ്, സിലിണ്ടറിന്റെ അറേഞ്ച്മെന്റ് അനുസരിച്ചിട്ട് ഹൊറിസോണ്ടൽ എഞ്ചിൻ, വെർട്ടിക്കൽ എഞ്ചിൻ, റേഡിയൽ എഞ്ചിൻ, വി എഞ്ചിൻ, ഇൻലൈൻ എഞ്ചിൻ, ഫ്രണ്ട് എഞ്ചിൻ, ഈ പറയുന്ന സെക്ഷനെ കുറിച്ചിട്ട്, അതായത് ഓൺ ദ ബേസിസ് ഓഫ് സിലിണ്ടർ അറേഞ്ച്മെന്റ്, അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഹൊറിസോണ്ടൽ എഞ്ചിൻ എന്താണ്, അതിൽ നിന്ന് വരാവുന്ന മാക്സിമം കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നതാണ്. അടുത്താണ് ഓൺ ദ ബേസിസ് ഓഫ് കൂളിംഗ് സിസ്റ്റം. അപ്പൊ ഒരു എഞ്ചിനെ കൂൾ ചെയ്യുന്ന മെത്തേഡ്, ഇപ്പൊ നമ്മൾ ബൈക്കോ അല്ലെങ്കിൽ കാറോ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കറിയാം, ബൈക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള എന്താണ്, എയർ കൂൾഡ് എഞ്ചിൻസ് ആണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ കാറിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് വാട്ടർ കൂൾഡ് എഞ്ചിൻസ് ആണ്. ഇപ്പൊ ചില ഹൈ സ്പീഡ് ബൈക്കുകൾക്കൊക്കെ ഇപ്പൊ എന്ത് വരുന്നുണ്ട്, ചെറിയ വാട്ടർ കൂൾഡ് പോലെ തന്നെ അല്ലെങ്കിൽ ഓയിൽ കൂൾഡ് ആയിട്ടുള്ള എഞ്ചിൻസും വരുന്നുണ്ട്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ഗവേണിംഗ് മെത്തേഡ് അനുസരിച്ചിട്ട് ക്വാളിറ്റി ഗവേൺഡ് എഞ്ചിൻസ്, ക്വാളിറ്റി ഗവേൺഡ് എഞ്ചിൻ, ഹിറ്റ് ആൻഡ് മിസ് എഞ്ചിൻ, അങ്ങനെ 3 തരത്തിൽ വരുന്നുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ, ഓപ്പറേഷൻ സൈക്കിൾ അനുസരിച്ചിട്ട് ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്രോൾ എഞ്ചിന് പറയുന്ന പേര് തന്നെയാണ്, അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് ഓട്ടോ സൈക്കിൾ വെച്ചിട്ടാണ്. അതുപോലെ ഡീസൽ സൈക്കിള്, അതുപോലെ തന്നെ ഡ്യുവൽ സൈക്കിൾ, അങ്ങനെ 3 തരത്തിലാണ് ഉള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് വാൽവ് അറേഞ്ച്മെന്റ്, അപ്പോൾ ഇതിന്റെ മുകളിലുള്ള വാൽവ് അറേഞ്ച്മെന്റ് അനുസരിച്ചിട്ട് ഐ ഹെഡ്, എഫ് ഹെഡ്, എൽ ഹെഡ്, എച്ച് ഹെഡ്, ടി ഹെഡ്, അങ്ങനെ 5 തരത്തിലാണ് പ്രധാനമായിട്ടും നമ്മൾ അതിന്റെ അറേഞ്ച്മെന്റ് നടത്തിയിട്ടുള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് അപ്ലിക്കേഷൻ, റെയിൽ എഞ്ചിൻ, എയർക്രാഫ്റ്റ്, ഓട്ടോമൊബൈൽ, ഷിപ്പ്, സ്റ്റഡി സ്പീഡ്, വേരിയബിൾ സ്പീഡ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 3 സെക്ഷനാണ്. ഓൺ ദ ബേസിസ് ഓഫ് ഫ്യൂവൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. അതുപോലെ തന്നെ പിന്നെ ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രോക്ക്, ഓൺ ദ ബേസിസ് ഓഫ് സിലിണ്ടർ അറേഞ്ച്മെന്റ്, അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതാക്കാനുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ട് ഇതാക്കണം. ഓൺ ദ ബേസിസ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ നമ്മുടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു. നമുക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുള്ളതുമായിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. ഇതാണ് ടെക്നിക്കൽ ടൈംസ് യൂസ്ഡ് ഇൻ എഞ്ചിൻ. ഒരു എഞ്ചിൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എഞ്ചിനിൽ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ എഞ്ചിന്റെ ടേംസ് എന്തൊക്കെയാണ്, അതായത് ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് കിടക്കുക എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടൈംസ് എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയണം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടായിരിക്കും TDC BDC എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സാധനമാണ് എന്താണ് ഈ TDC എന്ന് പറയുന്നത്, എന്താണ് BDC എന്ന് പറയുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഒരു സിലിണ്ടർ ഹെഡിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് ഏറ്റവും മുകളിലത്തെ, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. ഈ സിലിണ്ടർ ഹെഡിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിന് ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത്, ഏറ്റവും ലോവസ്റ്റ് പോയിന്റിന് നമ്മൾ ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയും. പക്ഷെ അതല്ല ശരിക്ക് എന്താണ് TDC എന്ന് പറഞ്ഞാലും BDC എന്ന് പറഞ്ഞാലും. അതായത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഹയസ്റ്റ് പൊസിഷനെയാണ്, ക്രാങ്ക് ഷാഫ്റ്റ് അതിന്റെ ഹയസ്റ്റ് പൊസിഷനിൽ വരുന്ന സമയത്ത് പിസ്റ്റൺ ഹെഡിന്റെ അല്ലെങ്കിൽ ആ സിലിണ്ടറിന്റെ ഏത് പൊസിഷനിലാണോ വരുന്നത് ആ സ്ഥലത്തെയാണ്, ആ ടോപ്പ് മോസ്റ്റ് പൊസിഷനെയാണ് നമ്മൾ എന്താ പറയുന്നത് ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. അപ്പോ ആ ടൈമില് ഒരു കാരണവശാലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അത് എൻഡിലാണ് ഇവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു സെക്ഷനിൽ ആയിക്കൊള്ളണമെന്നില്ല, ആയിക്കൊള്ളണമെന്നില്ല ഒരിക്കലും ആയിരിക്കില്ല. നമ്മൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടെ അങ്ങനെ ഒരു സെക്ഷൻ വിട്ടിട്ടാണ് ടോപ്പ് ഡെഡ് സെന്റർ വന്നിട്ടുള്ളത്. അപ്പൊ ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ക്രാങ്ക് ഷാഫ്റ്റ് ഇതിന്റെ ഹയസ്റ്റ് പൊസിഷനിൽ വരുമ്പോൾ ഈ സിലിണ്ടർ ഹെഡിന്റെ ഉള്ളിൽ ഏറ്റവും മുകൾ ഭാഗത്തായിരിക്കും ഈ സിലിണ്ടർ നിൽക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ പിസ്റ്റൺ നിൽക്കുന്നുണ്ടായിരിക്കും. ആ പിസ്റ്റന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പലതരത്തിൽ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ദ പൊസിഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് വെൻ ദ പിസ്റ്റൺ ഈസ് ഇൻ ഇറ്റ്സ് അപ്മോസ്റ്റ് പൊസിഷൻ, അങ്ങനെ പറയാറുണ്ട് ടോപ്പ് ഡെഡ് സെന്റർ എന്നുള്ളത്. പൊസിഷൻ ഓഫ് ദ പിസ്റ്റൺ അറ്റ് ദ ടോപ്പ് ഓഫ് ദ സിലിണ്ടർ വെർ ദ പിസ്റ്റൺ ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഫ്രം ടോപ്പ് ടു ബോട്ടം. അതായത് ടോപ്പിലേക്ക് വരാകുന്ന പിസ്റ്റണിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്, അല്ലെങ്കിൽ എവിടെ നിന്നാണോ പിസ്റ്റൺ അതിന്റെ ലോവസ്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലോവസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഡൗൺവേർഡ് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പീക്കായിട്ടുള്ള പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ടോപ്പ് ഡെഡ് സെന്റർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത് ഏറ്റവും മുകൾ ഭാഗത്തെ പൊസിഷൻ അല്ല. ഇവിടെ കണ്ടില്ലേ, ഇതാണ് ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനർത്ഥം എന്താണ്, ആ ടോപ്പ് ഡെഡ് സെന്ററിന് മുകൾ ഭാഗത്തും കുറച്ച് ഭാഗം ഉണ്ടായിരിക്കും ഇല്ലേ. അപ്പോ ആ ഭാഗത്തിന് നമ്മൾ എന്താണ് പറയാ, ഒരു ക്ലിയറൻസ് എന്നുള്ള ക്ലിയറൻസ് ഏരിയ, അല്ലെങ്കിൽ ആ ഭാഗത്തെ അളവിന് നമ്മൾ ക്ലിയറൻസ് വോളിയം എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഈ കാണുന്നത് ക്ലിയറൻസ് വോളിയം ആണ്. നമ്മൾ ഇമേജ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്, ഈ പറയുന്ന അളവ്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് വരുന്ന ഫ്യൂവൽ ആണെങ്കിലും, അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്തതാണെങ്കിലും, അല്ലെങ്കിൽ എയർ ഫ്യൂവൽ മിക്സ്ചർ ആണെങ്കിലും, അതായത് ഇന്നറ്റ് വാൽവിൽ കൂടെ വരുന്ന എയർ ഫ്യൂവൽ മിക്സ്ചർ ആണെങ്കിലും, അതുപോലെ അതിന് നിൽക്കാനുള്ള കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് അതിന് ഉൾക്കൊള്ളിക്കാനുള്ള ഒരു സ്പേസ് വേണം. അപ്പൊ അവിടെ എന്തായാലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അവിടെ ഒരു ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഭാഗത്തിന്റെ അളവാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. ഇനി ഇതേ കാര്യം തന്നെ നമ്മൾ ബോട്ടം ഡെഡ് സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് പൊസിഷൻ അല്ല, അതായത് ഈ പറയുന്ന പൊസിഷൻ ഒന്നും അല്ല നമ്മൾ ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. നമ്മൾ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ പിസ്റ്റന്റെ പൊസിഷൻ എവിടെയാണോ ഇരിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനെയാണ് നമ്മൾ ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. അപ്പോ ടോപ്പ് ഡെഡ് സെന്റർ ഉണ്ട്, ബോട്ടം ഡെഡ് സെന്റർ ഉണ്ട്. അപ്പോ നമ്മുടെ പിസ്റ്റന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത്,
ബോട്ടം ഡെഡ് സെന്റർ മുതൽ ടോപ്പ് ഡെഡ് സെന്റർ വരെയാണ് ഈ പിസ്റ്റണിന് മൂവ്മെന്റ് സംഭവിക്കുന്നുള്ളൂ. അപ്പൊ ക്രാങ്ക് ഷാഫ്റ്റ് ഇങ്ങനെ തിരിയുന്നതിനനുസരിച്ചിട്ട്, ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബോട്ടം ഡെഡ് സെന്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെന്ററിലേക്ക് പോകുന്നു. വീണ്ടും ക്രാങ്ക് ഷാഫ്റ്റ് അപ്പുറത്തേക്ക് തിരിയുന്ന സമയത്ത് വീണ്ടും അത് ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ മൂവ്മെന്റ് നമ്മൾ എന്താ പറയാ? സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം നോക്കാം. എഞ്ചിന്റെ ഡയാമീറ്ററിനെ നമ്മൾ പറയുന്ന അളവിനെ നമ്മൾ ബോർ എന്നാണ് പറയുന്നത്. അപ്പൊ എഞ്ചിന്റെ ഡയാമീറ്റർ നമ്മൾ എന്താ പറയാ? ബോർ എന്നാണ് പറയുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്നതാണ് എഞ്ചിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിലിണ്ടറിന്റെ ഇന്റേണൽ ഡയ അതിനെയായിരിക്കും ഏകദേശം പിസ്റ്റണിന്റെ ഡയ എന്ന് പറയുന്നത്. അപ്പോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോർ എന്ന് പറയുന്നത്. ബോർ എന്നുള്ളത് ഡയാമീറ്റർ ഓഫ് എഞ്ചിൻ. എല്ലാ പരീക്ഷകൾക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഡയാമീറ്റർ ഓഫ് എഞ്ചിൻ ഈസ് നോൺ ആസ് ഡാഷ്, അല്ലെങ്കിൽ ബോർ എന്നുള്ളത് നമുക്ക് തന്നിട്ട് അത് എന്താന്നുള്ളത് ചോദിക്കാറുണ്ട്. അടുത്താണ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സ്ട്രോക്കിനെ നമ്മൾ പലതരത്തിൽ പറയാറുണ്ട്. ഒന്ന് നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കാര്യം തന്നെ, ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലേക്കുള്ള ആ ലെങ്തിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബേസിക് ആയിട്ട് പറഞ്ഞാൽ സ്ട്രോക്ക് എന്ന് പറയാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു പിസ്റ്റൺ ഈ പറയുന്ന രണ്ട് പൊസിഷനിലേക്ക്, അതായത് പീക്ക് ആയിട്ടുള്ള പൊസിഷനിലും ലോവസ്റ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്കും എത്തുമ്പോൾ അത് ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്ട്രോക്ക് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ ഈ പറയുന്ന അടുത്തൊരു കാര്യമാണ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? A set of operation performed in the sequence by the motion of the piston in an engine produced power. അപ്പോൾ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഈ എഞ്ചിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്? ഈ ഓപ്പറേഷനിൽ ബേസിക് ആയിട്ട് നമുക്ക് ഇവിടെ നമ്മൾ പുറത്തു നിൽക്കുന്ന ഒരാൾക്ക്, അതായത് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള രീതികളൊന്നും ചിന്തിക്കാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ബേസിക് ആയിട്ട് നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ പിസ്റ്റൺ എന്ത് നടക്കുന്നുണ്ട്? പിസ്റ്റന്റെ ഒരു സ്ട്രോക്ക് നടക്കുന്നുണ്ട്. ആ സ്ട്രോക്ക് ഒരു 2 സ്ട്രോക്ക് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 4 സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് ഒരു സൈക്കിൾ പൂർത്തിയാക്കുന്നു. 2 സ്ട്രോക്ക് എഞ്ചിനിലാണെങ്കിൽ 2 സൈക്കിളിൽ ഒരു സൈക്കിൾ പൂർത്തിയാകുന്നു. 4 സ്ട്രോക്ക് എഞ്ചിനാണെന്നുണ്ടെങ്കിൽ 4 സ്ട്രോക്കിൽ ഒരു സൈക്കിൾ പൂർത്തിയാകുന്നു. സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സ്ട്രോക്ക് എടുത്തു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ എത്ര ഓപ്പറേഷൻസ് അവിടെ നടന്നിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ക്ലിയറൻസ് വോളിയം എന്നുള്ളത്. ക്ലിയറൻസ് വോളിയം എന്നുള്ളത് ടോപ്പ് ഡെഡ് സെന്ററിന് മുകളിലായിട്ട്, അപ്പോൾ ഈ കാണുന്ന ടോപ്പ് ഡെഡ് സെന്ററിന് മുകളിലായിട്ട് പിസ്റ്റണിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് പോയിന്റ് ആയിട്ടുള്ള പിസ്റ്റൺ ഹെഡ് വരെയുള്ള ചെറിയൊരു വോളിയം ഉണ്ട്. അവിടെ ഉൾക്കൊള്ളാവുന്ന ഒരു വോളിയം ഉണ്ട്. ആ വോളിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയറൻസ് വോളിയം എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്ലിയറൻസ് വോളിയം വെച്ചിട്ടാണ് നമ്മൾ കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ എത്ര കംപ്രഷൻ ചെയ്യുന്നുണ്ട്, എത്ര സെറ്റ് വോളിയം വരുന്നുണ്ട്, എത്ര കംപ്രഷൻ വോളിയം ക്ലിയറൻസ് വോളിയം വരുന്നുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ എഞ്ചിന്റെ സ്പെസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു എഞ്ചിനാണെങ്കിലും സ്പെസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും 10.1, അതുപോലെ ഇത്ര കംപ്രഷൻ റേഷ്യോ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഒരു ഭാഗം എന്ന് പറയുന്നത് അതിന്റെ ക്ലിയറൻസ് വോളിയം കണക്കാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിക്കാറുള്ളത്. അപ്പൊ കംപ്രഷൻ റേഷ്യോ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ആ ഫോർമുല എന്നുള്ളത് നമ്മൾക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സെറ്റ് വോളിയം എന്ന് പറയുന്നത്, അപ്പൊ ആദ്യം നമ്മൾ ക്ലിയറൻസ് വോളിയം എന്താണെന്ന് നോക്കാം. ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് നേരത്തെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാണ്ടായിരിക്കും. TDCക്ക് മുകളിലുള്ള, അല്ലെങ്കിൽ ടോപ്പ് ഡെഡ് സെന്ററിന് മുകളിലുള്ള ആ പറയുന്ന സ്പേസിന്റെ വോളിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിലിണ്ടറിന്റെ വോളിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. ദ വോളിയം ഓഫ് ദ സ്പേസ് എബോവ് ദ പിസ്റ്റൺ വെൻ ഇറ്റ് ഈസ് അറ്റ് TDC. അതായത് മാക്സിമം ലെവലിലേക്ക് പിസ്റ്റൺ എത്തുന്ന സമയത്ത് അതിന് മുകളിലുള്ള സ്പേസിന്റെ വോളിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ്
സ്വെപ്റ്റ് വോളിയം എന്ന് പറയും. അതായത് നമ്മളിപ്പോ സ്ട്രോക്ക് എന്ന് പറയുന്നത് നമുക്ക് അറിയാം TDC ടു BDC ആണ് എന്നുള്ളത്. സ്വെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന TDC മുതൽ BDC വരെ അല്ലെങ്കിൽ BDC മുതൽ TDC വരെയുള്ള ആ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്ന ആ ടോട്ടൽ വോളിയത്തിനെയാണ്, ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്ന പിസ്റ്റണിന്റെ മൂവ്മെന്റ് നടക്കുന്ന ആ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്ന ടോട്ടൽ വോളിയത്തിനെയാണ് ആ പിസ്റ്റണിന്റെ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്ന ആ വോളിയത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്വെപ്റ്റ് വോളിയം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ ടോട്ടൽ വോളിയം എത്രയായിരിക്കും ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ? ടോട്ടൽ വോളിയം പിസ്റ്റന്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ല ഞാൻ വന്നത്, ടോട്ടൽ വോളിയം എത്രയായിരിക്കും? സെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് സെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ആയിരിക്കും ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ വോളിയം നമുക്ക് കണ്ടുപിടിക്കേണ്ടതും ഈ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കേണ്ടതും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ക്ലിയറൻസ് വോളിയം എന്നുള്ളതും നമ്മൾ കംപ്രഷൻ റേഷ്യോയിൽ മനസ്സിലാക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് സെപ്റ്റ് വോളിയം ആദ്യം വന്നതെന്നും എന്തുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലിയറൻസ് വോളിയം ഇങ്ങനെയാണ് ഇത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്താണ് നമ്മൾ സാധാരണ പറയാറുള്ള പിസ്റ്റന്റെ ഡിസ്പ്ലേസ്മെന്റ്. പിസ്റ്റന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും ഏകദേശം എന്ത് തന്നെയാണ്? ഈ പറയുന്ന സെപ്റ്റ് വോളിയം തന്നെയാണ്. സെപ്റ്റ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഒരു സൂത്രവാക്യം നമ്മൾ സാധാരണ പറയാറുണ്ട്. അതാണ് π/4 × d² × s. എസ് എന്നുള്ളത് നമുക്കറിയാം എന്തായിരിക്കും? സ്ട്രോക്ക് ലെങ്ത് ആണ് എസ് എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് ഇതിന്റെ എന്താണ്? പിസ്റ്റണിന്റെ ബോറിനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു പൈപ്പിന്റെ ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ വോളിയം കണ്ടുപിടിക്കാനുള്ളത്? പൈപ്പിന്റെ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? πr²h. അപ്പൊ അത് തന്നെയാണ് ഇതിലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ π/4 × d² × s. അപ്പോൾ ആ ഒരു ഇതും പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ് ഈ സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. വേറെ ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.